പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. അല്ലു അർജുൻ ഓൺലൈൻ വഴി നാമ്പള്ളി കോടതിയിൽ ഹാജരായി. മുഹമ്മദ് റഹീസ് ചെന്നൈഞ്ചിന്നു. റഹീസ്, ഈ അന്ന് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഈ തെലങ്കാന പോലീസ് പുറത്തുവിട്ട തെളിവുകൾ നമ്മൾ ഏറെ കണ്ടതാണ്. തുടക്കം തൊട്ട് അവസാനം വരെ അല്ലു അർജുൻ മൗനം പാലിച്ച് ചോദ്യം ചെയ്യൽ കണ്ടതാണ്. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റുമ്പോൾ കൂടുതൽ വാദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിലെടുത്ത സമീപനം. കാരണം തങ്ങൾക്ക് ഈ കേസിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ സമയം നൽകണമെന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമുണ്ടായി. അതിനെ തുടർന്നാണ് നാമ്പള്ളി കോടതി കേസ് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ ഈ ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമാ മേഖലയിലുള്ളവരുമൊക്കെയായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ രേവന്ത് റെഡ്ഡി തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയതൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലു അർജുന് ജാമ്യം ലഭിക്കാൻ അനുകൂലമായ തരത്തിലാകും ഈ പ്രോസിക്യൂഷന്റെ ഇടപെടൽ, സർക്കാർ നടപടി അത്തരത്തിലേക്ക് മയപ്പെട്ടു പോകും എന്നുള്ള ചർച്ചയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ ജാമ്യ ഹർജി നൽകിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ കാണുന്ന സ്ഥിതി അനുസരിച്ചാണ് എങ്കിൽ ഒരു തരത്തിലും സർക്കാർ അല്ലു അർജുന് ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായി നിൽക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ തെളിവുകൾ തിങ്കളാഴ്ച ഹാജരാക്കാനാകും ശ്രമം. ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ അല്ലു അർജുൻ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസിന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ മരിച്ചിട്ടും അവിടെ അല്ലു അർജുൻ തുടർന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിന് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അല്ലു അർജുൻ അറിഞ്ഞു എന്ന് തെളിയിക്കാനുള്ളൊരു വ്യഗ്രത കൂടി പോലീസിനുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അത്യാവശ്യം കൂടിയാണ്. കാരണം കേസിലെ 11ാം പ്രതി മാത്രമാണ് അല്ലു അർജുൻ. അപ്പോൾ അല്ലു അർജുൻ ഒരു ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ തന്നെ നൽകേണ്ടതുണ്ട്. അതൊരു ഭാഗത്ത്. മറിച്ച് അല്ലു അർജുൻ ഇന്ന് കോടതിയിൽ ഹാജരായില്ല, ഓൺലൈൻ ആയിട്ടാണ് ഹാജരായത്. നേരത്തെ തന്നെ കോടതി അല്ലു അർജുൻ ഇതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും തിങ്കളാഴ്ച രൂക്ഷമായ വാദപ്രതിവാദങ്ങളാകും നാമ്പള്ളി കോടതിയിൽ നടക്കുക. സുഹൈൽ, ശരി, പറയാനും തെളിയിക്കാനും ഏറെയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും ജാമ്യ ഹർജിയിലെ പ്രസ്താവന അല്ലെങ്കിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിട്ടുണ്ട്.